നമസ്കാരം. നാളെ അതിവിശേഷപ്പെട്ട സൂര്യഗ്രഹണമാണ്. പകലിനെ പോലും രാത്രിയാക്കി മാറ്റുന്ന സൂര്യഗ്രഹണം. എന്നാൽ ഈ ഗ്രഹണവുമായി ബന്ധപ്പെട്ട് ജ്യോതിഷപരമായ ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി പരാമർശിക്കുന്നത്. ചില നക്ഷത്രക്കാർ സൂര്യ തേജസ്സോടെ തന്നെ കുതിച്ചുയരുന്നതായ സമയമാണ് ഗ്രഹണശേഷം സംഭവിക്കുക. അത് പ്രത്യേകം ഓർക്കണം. ഗ്രഹണശേഷമാണ് ഇവർക്ക് ഈ സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരിക. അതേപോലെ തന്നെ ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതായ നക്ഷത്രക്കാരാകുന്നു. ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യമായി പരാമർശിക്കാൻ പോകുന്നത് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് സൗഭാഗ്യങ്ങൾ തേടിയെത്താൻ പോകുന്നത് എന്നാണ്. സൂര്യ തേജസ്സോടെ കുതിച്ചുയരാൻ പോകുന്ന ആ നക്ഷത്രക്കാർ ഇവരാണ്. നാളെ നടത്തുന്ന വിശേഷാൽ ഗ്രഹണ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം സൗഭാഗ്യം നിറഞ്ഞ സമയം തന്നെയാണ്. ഇവർ വീട്ടിലുണ്ടാകുന്നത് പോലും മഹാഭാഗ്യമാണ് എന്ന് തന്നെ പറയാം. മറ്റുള്ളവർക്ക് ഭാഗ്യം നൽകുന്ന നക്ഷത്രക്കാരാണ് ഇവർ എന്ന് നിസ്സംശയം പറയാം. തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ ഉയർച്ചയും സൗഭാഗ്യങ്ങളും തേടിയെത്തുന്നതായ സമയം എന്ന് പറയാൻ സാധിക്കും. എന്നാൽ ഇവർ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഇവർ പ്രത്യേകിച്ചും ധാരയും പിൻവിളക്കും കൂവളമാലയും ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അതീവ ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. നിങ്ങൾക്ക് കുടുംബസൗഖ്യം കൂടാതെ ഈ സമയം വളർച്ച കൈവരിക്കുവാൻ സാധിക്കുക, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രേയസ് വന്നു ചേരുക, സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കുക, സൽഫലങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളും വന്നു ചേരാം. ഭൗതിക രംഗത്തും നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയമാകുന്നു. സാമ്പത്തികപരമായ ഉയർച്ചയും പ്രതീക്ഷിക്കുവാൻ സാധിക്കും എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്കും ഈ സമയം വളരെ അനുകൂലം തന്നെയാകുന്നു. ഈ സമയം തീരുമാനങ്ങൾ ശ്രദ്ധാപൂർവം തന്നെ കൈക്കൊള്ളണം. ഈ സമയം നിങ്ങൾക്ക് അധികാരമുള്ള പദവികൾ പോലും ലഭിക്കാം. കൂടാതെ പ്രതീക്ഷിച്ച വേഗത്തിൽ നിങ്ങൾക്ക് ഉയർച്ച നേടുവാനോ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനോ സാധിക്കും. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില പിണക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും അത്തരം കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധനപരമായ വിഷമങ്ങൾ അകലുവാനുള്ള സാധ്യത വർദ്ധിക്കും. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. മക്കളുമായി ബന്ധപ്പെട്ട് ശ്രേയസ് വർദ്ധിക്കുന്നതായ സമയമാണ്. മംഗളകർമ്മങ്ങൾ നടക്കുവാനോ പങ്കെടുക്കുവാനോ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് ധാരയും പിൻവിളക്കും കൂവളമാലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമം തന്നെയാകുന്നു. സൂര്യ തേജസ്സോടെ തന്നെ നിങ്ങൾ കുതിച്ചുയരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം സൂര്യായ നമഃ എന്ന് ജപിക്കുന്നതും അതീവ ശുഭകരം തന്നെയാണ്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിന്നും ആലസ്യം അകലുന്നതായ സമയമാണ്. പ്രവർത്തന സജ്ജമാകുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. അസാമാന്യമായ പുരോഗതി വന്ന് ചേരുന്ന സമയമാണ്. കൂടാതെ ഈ സമയം പ്രതീക്ഷിച്ചതായ സഹായങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. പ്രതീക്ഷിച്ച ധനം പോലും സിദ്ധിക്കുന്നതായ സമയം. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരം എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. അനാവശ്യമായ നിർബന്ധ ബുദ്ധി ഒഴിവാക്കേണ്ടതാകുന്നു. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കി മാറ്റുവാനും ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഭഗവാനെ കൂവളമാലയും അതേപോലെ തന്നെ ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക. സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാണ്. ഇവർ തീർച്ചയായും ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കാൻ പോകുന്ന നക്ഷത്രക്കാരാണ് എന്ന് നിസ്സംശയം പറയാം. ഗ്രഹണശേഷം ഇവരുടെ ജീവിതത്തിലേക്ക് പല രീതിയിലുള്ള ഉയർച്ചകൾ വന്നു ചേരും. സമൂഹത്തിൽ സ്വാധീന ശക്തി വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും.
ഉന്നതരുടെ പിന്തുണ പോലും ലഭിക്കും എന്ന കാര്യം ഓർക്കുക. ദൗത്യങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണ ലഭിക്കുന്നതാണ്. കലാകായിക മത്സരങ്ങളിൽ അംഗീകാരം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അനുകൂലമായി വന്ന് ചേരുന്നതാണ്. കുടുംബപരമായ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കുന്നതായ സമയമാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഈ സമയം തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിക്കുന്നതും അതോടൊപ്പം ഭഗവാനെ ധാരയും പിൻവിളക്കം നടത്തി പ്രാർത്ഥിക്കുന്നതും കൂവളമാല സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതാണ് എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രക്കാരായ വ്യക്തികൾ തീർച്ചയായും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അസാധ്യം എന്ന് കരുതിയ കാര്യങ്ങൾ പോലും നേടുവാൻ സാധിക്കുന്നതായ അവസരമാണ് ഇത്. വിമർശനങ്ങൾക്ക് മറുപടി നൽകി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ സാധിക്കും. വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്നതാണ്. ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുന്നതാണ്. കുടുംബവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും യാത്രകൾക്ക് സാധ്യത കൂടുതലാണ്. പല രീതിയിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം ലാഭങ്ങൾ പല രീതികളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുന്നതാണ്. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ് ഇത്. കൂടാതെ ഈ സമയം ധനവിനിയോഗം അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ പുതിയ സംരംഭങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. പുതിയ ജോലി പോലും ലഭിക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ പോലും വർദ്ധിച്ചിരിക്കുന്ന അവസരമാണ് ഇത്. തീർച്ചയായും ഇഷ്ടദേവതയെയും പരമശിവനെയും പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്തി മുന്നോട്ട് പോവുക. ശിവകടാക്ഷത്താൽ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. തടസ്സങ്ങൾ കൂടാതെ ഈ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഭഗവാനെ ദർശിക്കുന്നതായ അവസരത്തിൽ കൂവളമാലയും അതേപോലെ പിൻവിളക്കും ധാരയും നടത്തി പ്രാർത്ഥിക്കുക. സർവ്വ ഐശ്വര്യങ്ങൾ വന്ന് ചേരും. ഓം സൂര്യായ നമഃ എന്ന മന്ത്രം നിത്യവും 108 തവണ ജപിക്കുന്നതും പ്രത്യേകിച്ചും ഗ്രഹണവുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ ജപിക്കുന്നത് അതീവ ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ഈ നക്ഷത്രക്കാർ മാത്രമല്ല, ഏവരും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ്. എന്നാൽ ഇനി പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രക്കാർ അല്പം ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാരാണ്. ഇത് ജീവിതത്തിൽ അല്പം ദോഷകരമായ ഫലങ്ങൾ ഗ്രഹണവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ഈ നക്ഷത്രക്കാർ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഏതൊരു നക്ഷത്രക്കാർ ദർശനം നടത്തുന്നതിലൂടെയും സൗഭാഗ്യങ്ങൾ തേടിയെത്തും. എന്നാൽ ഈ നക്ഷത്രക്കാർ തീർച്ചയായും ദർശനം നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഗ്രഹണം വരെ വളരെയധികം സൂക്ഷിക്കേണ്ട നക്ഷത്രക്കാരാണ്. എന്നാൽ ഗ്രഹണ ശേഷം സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നവരാണ് എന്നതാണ് ചിത്തിര നക്ഷത്രക്കാരുടെ പ്രത്യേകത. അതിനാൽ ഈ കാര്യം ഏവരും ഓർക്കുക. ഗ്രഹണം വരെ വളരെയധികം ശ്രദ്ധിക്കുക. തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുകയും സാധിക്കുന്നവരാണ് എങ്കിൽ കൂവളമാല കൂടി സമർപ്പിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രതിസന്ധികൾ ഈ സമയം നേരിടേണ്ടതായി വരും. അവ പ്രതിരോധിക്കുന്നതിൽ പരാജയങ്ങൾ നേരിടേണ്ടതായി വരാം. ഭാഗ്യാനുഭവങ്ങൾ പോലും കുറയുന്നതായ സമയമാണ് ഇത്. ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട് ചെലവുകൾ വർദ്ധിക്കുകയും ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജോലി നഷ്ടമാവുക, അപകടങ്ങൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന നക്ഷത്രക്കാരാണ്. തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്കും ഗ്രഹണം വരെ വളരെയധികം ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരാകുന്നു. പല രീതിയിലുള്ള അപകട സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. കൂടാതെ ജോലി നഷ്ടമാകുന്നതിനും ന്യായമായ കാര്യങ്ങൾ പോലും ജീവിതത്തിൽ നിന്നും നഷ്ടമാകുന്നതിനും സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ് ഇത്. പല കാര്യങ്ങളിലും പുതുവഴികൾ തേടേണ്ടതായി വരും. എങ്കിൽ പോലും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കണം എന്നില്ല. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വരാം. ആരോഗ്യ പ്രശ്നങ്ങൾ പോലും വന്നു ചേരാം. ഈ സമയം പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ ശ്രമിച്ചാൽ പോലും മന്ദഗതിയിലാണ് ആ കാര്യങ്ങൾ സംഭവിക്കുക.
പദവിയിൽ ഉയർച്ച നേടുവാൻ ശ്രമിക്കും എങ്കിൽ അതിൽ പരാജയപ്പെടുവാനാണ് സാധ്യത കൂടുതൽ. ഇവർ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതാണ്. ഭഗവാന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ധാരയും പിൻവിളക്കും സാധിക്കുമെങ്കിൽ ഭഗവാനെ കൂവളമാല കൂടി ചാർത്തുക. അപകടങ്ങൾ പോലും ഒഴിഞ്ഞു പോകും. മറ്റൊരു നക്ഷത്രം മകയിരം നക്ഷത്രമാണ്. മകയിര നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള മാനസികപരമായ പ്രശ്നങ്ങൾ, വിഷമങ്ങൾ വന്ന് ചേരുന്ന സമയമാണ്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ആരോഗ്യപരമായ പ്രശ്നങ്ങളും വന്നു ചേരാം. കലഹങ്ങൾ, തർക്കങ്ങൾ എന്നിവ വർദ്ധിക്കുന്ന സമയമാണ്. സംസാരം വളരെയധികം ശ്രദ്ധിക്കണം എന്ന കാര്യവും ഓർക്കുക. കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ചില വിഷമങ്ങൾ വന്നു ചേരാം. കച്ചവടം, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ വന്നു ചേരാം. അപകട സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സമയമായതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ജോലി പോലും നഷ്ടമാകുവാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. തെറ്റിദ്ധരിക്കപ്പെടുവാൻ സാധ്യത കൂടുതലാണ്. അതിനാൽ തന്നെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ഈ നക്ഷത്രക്കാർ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും അതേപോലെ തന്നെ ധാരയും പിൻവിളക്കും സാധിക്കുമെങ്കിൽ ഭഗവാന് കൂവളമാല കൂടി ചാർത്തുക. 108 തവണ നിത്യവും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. തീർച്ചയായും ജീവിതത്തിൽ ഈ അപകടങ്ങൾ ഒരു പരിധിവരെ ഒഴിയുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ ഗ്രഹണം കഴിയുന്നത് വരെയുള്ള സമയം. അപകട സാധ്യതകൾ വർദ്ധിക്കുന്നതായ സമയം. ജോലി നഷ്ടമാകുവാനും ഈ സമയം ശത്രുക്കൾ വർദ്ധിക്കുവാനും സംസാരം മൂലം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുവാനും സാധ്യത കൂടുതലാകുന്നു. ഈ സമയം വരുമാനവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ വന്നു ചേരാം. ആദായവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ആദായം കുറയുന്നതിന് കാരണമായി തീരാം. കൂടാതെ ഈ സമയം ജോലിയിൽ പുരോഗതി ഇല്ലാത്തതായ അവസ്ഥ വന്നു ചേരും. ഇവർക്ക് ശരിയായ രീതിയിൽ വന്നു ചേരേണ്ട കാര്യങ്ങൾ പോലും എതിരായി പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരാം. മനസ്സിലേക്ക് പലവിധ ക്ലേശങ്ങൾ ഇരട്ടിയായി തന്നെ വന്നു ചേരും. അതിൻ്റെ ജീവിതത്തെ പല രീതിയിൽ ദോഷകരമായി ബാധിക്കും. ഇവർക്ക് വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ വന്നു ചേരാം. ബന്ധങ്ങളിൽ ഉലച്ചിൽ പോലും വന്നു ചേരാം. തീർച്ചയായും ഈ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുകയും അതോടൊപ്പം ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക. സാധിക്കുമെങ്കിൽ കൂവളമാല കൂടി ചാർത്തുക. ഈ സമയം ഭഗവാനെ ഭജിക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. തീർച്ചയായും ഈ ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾ അകലുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് ഭാഗ്യം കുറയുന്ന സമയം. പല രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കാം. ധനനഷ്ടം, മാനഹാനി, വാഹനാപകടം എന്നിവ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. സംസാരവുമായി ബന്ധപ്പെട്ട് ശത്രുക്കൾ വർദ്ധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. പല രീതിയിലുള്ള ദോഷഫലങ്ങൾ വന്നു ചേരാം. ധനനഷ്ടം പല വഴികളിലൂടെയും വന്നു ചേരാം. ഈ സമയം മാനസികമായ പല രീതിയിലുള്ള ക്ലേശങ്ങൾ വന്നു ചേരാം. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരാം. വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ വന്നു ചേരാം. കാര്യങ്ങൾ അനുകൂലമാകാത്ത അവസ്ഥയാണ് വന്നു ചേരുക. തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുകയും ധാരയും പിൻവിളക്കും കൂവളമാലയും ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും ഈ വഴിപാടുകൾ നടത്തുന്നതിലൂടെ മാറ്റങ്ങൾ വന്നു ചേരും. പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുവാൻ മറക്കാതിരിക്കുക. ഇഷ്ടദേവതയിലും അഭയം പ്രാപിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്കും അല്പം ദോഷകരമായ സമയമാണ് ഗ്രഹണം കഴിയുന്നതുവരെ എന്ന് ഓർക്കുക. തീർച്ചയായും ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാം. ധനനഷ്ടം സംഭവിക്കാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അറിഞ്ഞും അറിയാതെയും മാനഹാനി വന്നു ചേരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപകട സാധ്യത വർദ്ധിക്കും. ജോലി നഷ്ടമാകുവാനുള്ള സാധ്യത വർദ്ധിക്കുന്നതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ഗ്രഹണം കഴിയുന്നതുവരെ വളരെയധികം സൂക്ഷിക്കുക. ഈ സമയം തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും ശുഭകരമാണ്. ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക. സാധിക്കുമെങ്കിൽ കൂവളമാല കൂടി ഭഗവാന് സമർപ്പിക്കുക. തീർച്ചയായും ഫലങ്ങൾ അനുകൂലമായി തീരും എന്ന കാര്യം ഓർക്കുക. ധനനഷ്ടം സംഭവിക്കുന്നതിനാൽ ചെലവ് വർദ്ധിക്കുന്നതിനാൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക. മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട നക്ഷത്രം രോഹിണി നക്ഷത്രം തന്നെയാണ്. രോഹിണി നക്ഷത്രക്കാർക്കും അല്പം പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. ചില പ്രശ്നങ്ങൾ ഗ്രഹണം കഴിയുന്നതുവരെ ഇവരെ ബാധിക്കും. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഗ്രഹണം കഴിയുന്നതുവരെയാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുക.
ഗ്രഹണം കഴിയുന്നതിലൂടെ ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. ഗ്രഹണശേഷം ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും. എന്നാൽ ഗ്രഹണം വരെ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഗ്രഹണം കഴിയുന്നത് വരെ ഇവരുടെ ജീവിതത്തിൽ വാഹനാപകടത്തിനും അതേപോലെ ജോലി നഷ്ടമാവുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാനഹാനി വന്നു ചേരാം. കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമല്ലാതായി തീരും. ഭാഗ്യം തുണയ്ക്കാത്ത അവസ്ഥ വന്നു ചേരും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. നല്ല ബന്ധങ്ങൾ പോലും വഷളാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനാൽ സംസാരം വളരെയധികം ശ്രദ്ധിക്കണം എന്ന കാര്യവും ഇവർ ഓർക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഇവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. മൃത്യുഞ്ജയ മന്ത്രം നിത്യവും ജപിക്കണം. 108 തവണ ജപിക്കുന്നതാണ് ഉത്തമം. കൂടാതെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുകയും ധാരയും പിൻവിളക്കും അതോടൊപ്പം ഭഗവാനെ കൂവളമാല കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. വന്നു ചേരേണ്ട ദോഷഫലങ്ങൾ പോലും ഒഴിവായി പോകും എന്ന കാര്യം ഓർക്കുക. ഈ നക്ഷത്രക്കാരാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതും അതേപോലെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതുമായ നക്ഷത്രക്കാർ. എന്നാൽ ഒരു കാര്യം കൂടി ഓർക്കുക. ഏതൊരു നക്ഷത്രക്കാരും ഭഗവാനെ ഈ സമയം ആരാധിക്കുന്നതിലൂടെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങൾ അവർക്ക് വന്നു ചേരും. ഈ കാര്യം ഏവരും ഓർക്കുക. തീർച്ചയായും ഏവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.